Good morning, dear students. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഭാഗം പാർട്ട് 5 മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് ആണ്. നമുക്കറിയാം വാട്ടർ റിസോഴ്സസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം വാട്ടറാണ് നമ്മുടെ ജീവൻ നിലനിർത്തുന്നത് തന്നെ നമുക്ക് പറയാം അല്ലെ. ദ ബേസിക് നീഡ്സ് ഓഫ് അവർ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ് ഓഫ് അവർ ഹെൽത്ത് എന്ന് പറയാം അല്ലേ. നമ്മുടെ ഏറ്റവും അടിയന്തര ആവശ്യമാണ് എന്ത്, വാട്ടർ. ഓക്കെ, മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ്, അതായത് വാട്ടർ ഉണ്ടെങ്കിലും അതെങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് വാട്ടർ റിസോഴ്സ് ആക്കി എടുക്കാൻ പറ്റും നമ്മൾ നോക്കുക. അത് എങ്ങനെയൊക്കെ, അത് എന്തിലൊക്കെ വരും, സോയിൽ ഫോർമേഷൻ ആൻഡ് ഫിസിക്കൽ വെതർ, ഇതൊക്കെ ഒന്നൊന്നിനോട് എന്താണ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സോയിൽ ഫോർമേഷൻ, ഫിസിക്കൽ വെതറിങ് ആൻഡ് ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ലാൻഡ് യൂസിങ് ഇൻ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ, ഇതെല്ലാം അതിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. സോയിൽ റിസോഴ്സസ്. ഓക്കെ, സോയിൽ ഫോർമേഷൻ. ഇതിൽ ഫസ്റ്റ് സോയിൽ ഫോർമേഷൻ. എന്താണ് സോയിൽ ഫോർമേഷൻ? സോയിൽ വിച്ച് ഫോംസ് ഓഫ് ഓൾമോസ്റ്റ് it's almost the layer of our earth in different parts. The type of soil varies from the place to place, and those soil which are rich in the organic matter in fertile land. ഈ സോയിൽ ഫോർമേഷൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫെർട്ടിലിറ്റിയാണ്. സോയിൽ ഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മണ്ണിൻ്റെ ഫലഭൂഷ്ഠതക്കനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഫോർമേഷനും അതിൻ്റെ കാര്യങ്ങളെല്ലാം, മണ്ണെങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നൊക്കെ തീരുമാനിക്കുന്നത്. സോയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ധാന്യങ്ങൾ. മനുഷ്യൻ ശരിക്ക് ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സോയിൽ വേണം. സോയിൽ മനുഷ്യന് കാൽ ചവിട്ടി നിൽക്കാൻ മാത്രമല്ല, നമുക്ക് ഭക്ഷണം കഴിക്കാൻ ആവശ്യമായ ധാന്യങ്ങളും മറ്റു ഗുഡ്സ് ആൻഡ് സർവീസസിൽ എല്ലാ റിസോഴ്സസും മീൻസ് ഒരുവിധം ഭക്ഷണത്തിന് ആവശ്യമായ റിസോഴ്സ് എല്ലാം നമ്മൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നത് മണ്ണിൽ നിന്ന് തന്നെയാണ്. ധാന്യവർഗ്ഗങ്ങളായാലും മണ്ണിൽ നിന്ന് തന്നെയാണ്. അതൊന്ന് മണ്ണ് നമ്മൾ സംരക്ഷിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്. മണ്ണ് സംരക്ഷിക്കുക എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ കൂടെ എന്തുവാണ്? വാട്ടറും ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്കെ, ഇതിൽ പറഞ്ഞ മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് ആണ്. അതേപോലെ മാനേജ്മെൻറ്റ് ഓഫ് സോയിൽ റിസോഴ്സസ്, സോയിലാണ്. സോയിൽ ഇറ്റ്സ് എ റിസോഴ്സസ്. ഓക്കെ, അത് റിസോഴ്സസ് ആണ്. അപ്പോൾ ഈ സോയിലിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ദ ഫോർമേഷൻ ഓഫ് സോയിൽ ഈസ് ഓൾമോസ്റ്റ് ലെയർ ഓഫ് ദ ലാൻഡ്, ഇറ്റ് മോസ്റ്റ് പ്രഷ്യസ് ഓഫ് ഓൾ റിസോഴ്സസ്. മോസ്റ്റ് പ്രഷ്യസ് ഓഫ് ഓൾ റിസോഴ്സസ് ആണ്. അതൊരു ഫോർമാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെന്താണ് പറയുക? അത് മോസ്റ്റ് പ്രഷ്യസ് ആണ്. അത് ഫോർമാറ്റ് ചെയ്ത് നമ്മളത് സേവ് ചെയ്ത് നിലനിർത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് ഏറ്റവും വില മതിക്കാനാവാത്ത നമുക്ക് പ്രഷ്യസ് ആയി കിട്ടിയൊരു വരദാനമുണ്ട്, ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് വാട്ടർ. നമ്മൾ മനുഷ്യർ മാത്രമാണോ വാട്ടർ ഉപയോഗിക്കുന്നത്? മറ്റുള്ള ജീവജന്തുജാലങ്ങൾക്കൊക്കെ എന്ത് വേണം? വെള്ളം വേണം. വെള്ളമില്ലെങ്കിൽ അവർക്ക് ജീവൻ നിലനിർത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് വാട്ടർ റിസോഴ്സസ് മാനേജ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ സോയിൽ മണ്ണ് നമ്മൾ മാനേജ് ചെയ്യാനും മണ്ണിനൊരു മാനേജ്മെൻറ്റ്, ഫെർട്ടിലിറ്റി, അതായത് മണ്ണിൻ്റെ ഫലഭൂഷ്ഠതക്കനുസരിച്ച് നമുക്ക് കൃഷികൾ പലതും ഉണ്ടാക്കാനൊക്കെ പറ്റും. Soil is almost layer of land and the most precious of all resources because of support of the whole of life system. നമ്മുടെ ജീവിത രീതി ഇങ്ങനെ ആയതുകൊണ്ടാണ് നമുക്ക് സോയിലും വാട്ടറൊക്കെ വേണ്ടി വരുന്നത് അല്ലേ. നമ്മൾ മനുഷ്യരാണ്, സ്വാഭാവികമായും മനുഷ്യർക്ക് എന്ത് വേണം? ജീവിക്കാൻ വെള്ളവും മണ്ണും പിന്നെ അന്തരീക്ഷവും കാറ്റും, എന്താ പറയുക, ശ്വസിക്കാൻ വായു. അങ്ങനെ നമ്മൾ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുന്നത് കൊണ്ടാവാം നമുക്ക് ഇതെല്ലാം വളരെ അത്യാവശ്യ ഘടകമാണ്. ഇതെല്ലാം പ്രഷ്യസുമാണ്, നമുക്ക് ദൈവം തന്ന വരദാനങ്ങളാണ്. അപ്പം നമ്മളിത് എന്ത് ചെയ്യാൻ പാടില്ല? എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു മെസ്സേജും കൂടി ഈ പാഠഭാഗത്തിലുണ്ട്. The type of soil varies from the place to place. Those soils are rich in organic matter in ഫെർട്ടൈൽ, അതായത് ഫെർട്ടിലിറ്റി അനുസരിച്ച് ഇതിനെ ഓർഗാനിക്കത്തിൽ ഇതിനെ മാനേജ്മെൻറ്റ് മാറ്റിയിരിക്കുന്നു. അതായത് എല്ലാ സോയിലും എല്ലാ റിസോഴ്സസും ഒന്നും ഉണ്ടാകത്തില്ല അല്ലേ. നമുക്കറിയാം ചില സോയിൽ തക്കാളി, വെണ്ട അങ്ങനെയുള്ള സംഭവങ്ങൾ വളരുന്നതും പാലക്കാട് ജില്ലയിലെ സോയിലായിരിക്കും. അരി ഉണ്ടാക്കും തമിഴ്നാട്, പാലക്കാട് പച്ചക്കറികളൊക്കെ. ഓരോ സോയിലിനും ഓരോ പ്രത്യേക ഫെർട്ടിലിറ്റി, ഫലഭൂഷ്ഠതക്കനുസരിച്ച് അതിൽ വളർത്തുന്ന റിസോഴ്സസും അല്ലെങ്കിൽ അതിലുണ്ടാക്കുന്ന സസ്യങ്ങളും അല്ലെങ്കിൽ അതിൽ നമുക്ക് ആഹാരത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഫലഭൂഷ്ഠാദികളും എന്താണ് വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. ഫെർട്ടിലിറ്റി ഈസ് ഓൾസോ ഡിപ്പെൻഡൻറ്റ് ദ കപ്പാസിറ്റി ഓഫ് ദ സോയിൽ ടു റീറ്റെയിൻ വാട്ടർ ഓർ ഓക്സിജൻ. വാട്ടറിനെ ഓക്സിജനെ നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെക്കാൻ, അത് വെള്ളത്തെയും ഓക്സിജനെയൊക്കെ സംഭരിച്ച് വെക്കാനുള്ള ഒരു കഴിവ്, ആ ഒരു കഴിവും എന്താണ് ഫെർട്ടിലിറ്റി. ആ ഒരു കഴിവും എന്തിനെ റിലേറ്റഡ് ആണ്? ഫെർട്ടിലിറ്റിയുടെ റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ,
ആൻഡ് റെഡ് സോയിൽ ഈസ് ഫൗണ്ട് ഓഫ് ദ പ്ലാറ്റക്സ് ഓഫ് ലൗണ്ടോഡ് ഏരിയാസ് ഈസ്റ്റേൺ പറ്റുന്ന റെഡ് സോയിൽ ചുവന്ന മണ്ണ് ഇവിടെ ഫൗണ്ട് ഓഫ് ഒഡീസ ആൻഡ് കേരള, കർണാടക ആൻഡ് ആന്ധ്രാപ്രദേശ് വെർ ഇസ് റെയിൻഫോൾ ബിറ്റ്വീൻ. അതായത് ചില ചുവന്ന മണ്ണുള്ള സ്ഥലങ്ങൾ, ഒറീസ, കേരള, ആന്ധ്രാപ്രദേശ് ചുവന്ന മണ്ണ്, അതൊരു സോയിലിൻ്റെ വെറൈറ്റിയാണ്, പ്രഷ്യസ് സോയിലാണ്. ദ സോയിൽ ഓഫ് ഡിസേർട്ട് റീജിയൻ, ഡിസേർട്ട് മരുഭൂമിയിലെ മണ്ണിൽ ചിലപ്പോൾ ചെടികൾ ഉണ്ടാവാൻ പ്രയാസമായിരിക്കും, അത് ഡ്രൈ ആയിരിക്കും അല്ലേ, അതിൽ എന്തുണ്ടാവില്ല, ഈർപ്പം കുറവായിരിക്കും, സൂര്യൻ്റെ പ്രകാശമേറ്റ് വളരെ വരണ്ട കാലാവസ്ഥയിലുള്ള മണ്ണ്. ആ മണ്ണിൽ ചിലപ്പോൾ ചെടികളും അല്ലെങ്കിൽ പൂക്കളൊന്നും വല്ലാതെ തഴച്ച് വളരുന്നത് ബുദ്ധിമുട്ടായിരിക്കും. ഡിസേർട്ട് ഏരിയയിൽ പെട്ടെന്ന് സൂര്യൻ്റെ വെളിച്ചം അത്രയും നല്ല എന്താ പറയുക ശക്തിയിലേൽക്കുന്ന ഭാഗമായതുകൊണ്ട് അവിടെ ചെടികൾ ഉണ്ടാവാൻ പ്രയാസമാണ്, നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വരെ അറിയും. അപ്പോൾ അതിൻ്റേതായ സോയിലിൻ്റെ ഒരു പ്രത്യേകത അവിടെയുണ്ട് ഡിസേർട്ട് ഏരിയയിൽ. സോയിൽ ഓഫ് ദ ഡിസേർട്ട് റീജിയൻ വേറെ തന്നെ ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നു കേട്ടോ. സോയിൽ ഓഫ് ദ ഡിസേർട്ട് റീജിയൻ ഓഫ് ദ വെസ്റ്റേൺ ഓഫ് നോർത്ത് വെസ്റ്റേൺ ആർ ലോ ഓർഗാനിക് മാറ്റർ ജനറലി കൺസിഡർ ടു ഹാവ് ലോ ഫെർട്ടിലിറ്റി ആൻഡ് ദ ടൈപ്പ് ഓഫ് സോയിൽ റിഫോം പാർട്ട് ഓഫ് ദ ഇൻഡോ ഗംഗാറ്റിക് പ്ലാന്റ് സെക്ടർ എക്സ്റ്റെൻഡിങ് ദ ഡെൽറ്റ റീജിയൻ ഓഫ് ദ കോസ്റ്റ് ഓഫ് ബംഗാൾ, ഒഡീസ, ആന്ധ്രാപ്രദേശ്. നമുക്കറിയാം ബംഗാൾ, ഒഡീസ, ആന്ധ്രാപ്രദേശിലൊക്കെ എന്തുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സോയിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ദ സോയിൽ ദാറ്റ് ഫോംസ് പാർട്ട് ഓഫ് ലോ ലൈയിങ് വെറ്റ്ലാൻഡ് ആൻഡ് മാർഷലി ഡീറ്റെയിൽസ് ഓഫ് ഗംഗ, ഗോദാവരി, കൃഷ്ണ, കാവേരി ആൻഡ് ദ റിവേഴ്സ് ബേസിസ് ഓഫ് കേരള. നമ്മുടെ കേരള റിവേഴ്സിൻ്റെ അടുത്തുള്ള, അതായത് റിവേഴ്സിന് എക്സാമ്പിൾ ഗംഗ, ഗോദാവരി ആൻഡ് കൃഷ്ണ, കാവേരി. ഗംഗ, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളുടെ അടുത്ത് ഉള്ള സ്ഥലങ്ങളിലെ ഈർപ്പമുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ എന്താണ് അവിടെ കൃഷികൾ പെട്ടെന്ന് ഉണ്ടാവാൻ സാധ്യത. കൂടാതെ നമുക്കറിയാം നമ്മുടെ ഓരോ സിവിലൈസേഷനും വന്നത്, ഇൻഡസ്ട്രീസും സിവിലൈസേഷൻസും വന്നത്, അതായത് റൈസ് ചെയ്തത് എവിടെ വെച്ചിട്ടാണ്? നദീതീരങ്ങളിലാണ് അല്ലേ. നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു, നമ്മൾ ഇന്ത്യൻ സംസ്കാരം ഏത് നദിയുമായി ബന്ധപ്പെട്ട് വന്നതാണ്? സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കോമൺ സെൻസ്, നമുക്ക് പണ്ട് പഠിച്ചത് നമ്മളെ കോമൺ സെൻസ് ഉപയോഗിച്ച് നിങ്ങൾ ഇതിലേക്ക് എക്സാമിലേക്ക് എടുത്തൊരു കുഴപ്പമില്ല. സോയിലിനെ പറ്റി പറയുകയാണെങ്കിലും റിവേഴ്സിനെ പറ്റി, ഇവിടെ ഇപ്പോൾ പരാമർശിച്ച നദികളെ പേര് ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, കാവേരി, ഗംഗ. ഈ നദീൻ്റെ തീരങ്ങളിലൊക്കെ എന്താണ് നല്ല ഫലഭൂഷ്ടമാർന്ന ഈർപ്പമേറിയ മണ്ണാണ്, അതൊരു മണ്ണിൻ്റെ വെറൈറ്റിയാണ്. അപ്പോൾ അതേപോലെ തന്നെ ഓരോ സിവിലൈസേഷനും, നെക്സ്റ്റ് നൈൽ നദിയിലെ തൊട്ടടുത്ത് വളർന്ന സിവിലൈസേഷനാണ് ഏത്? നമ്മുടെ ഈജിപ്ത് സിവിലൈസേഷൻ നിങ്ങൾക്കറിയാമായിരിക്കും. ഈജിപ്ത് സിവിലൈസേഷൻ വളർന്നു വന്നത് നൈൽ നദിയുടെ തീരത്താണ്. നമ്മുടെ അതേപോലെ ഗംഗാ നദിയല്ല, സിന്ധു നദിയുടെ തീരത്താണ് നമ്മുടെ ഇന്ത്യൻ സിവിലൈസേഷൻ വന്നത്. പിന്നെ മെസപ്പൊട്ടോമിയ ആൻഡ് ഗ്രീസ് വന്നത് ഏത്? യൂഫ്രട്ടീസ് ആൻഡ് ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ഏത് വന്നത്? മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ വന്നത്. അപ്പോൾ നമുക്കറിയാം ഓരോ നദികളുടെയും പ്രത്യേകത, അതായത് നമ്മളവിടെ സിവിലൈസേഷൻ ഉയർന്നു വരാൻ കാരണം തന്നെ നദിയിൽ നിന്നുള്ള ഈർപ്പമേടിയ മണ്ണിൽ നിന്ന് ഒന്നുകിൽ ഇവർ വെള്ളം കുടിച്ചിട്ടോ അല്ലെങ്കിൽ കൃഷികളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനൊക്കെ ഇത് നദിയുടെ തീരത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നദീതീരത്തുള്ള മണ്ണിനെ പറ്റിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നദി എന്ന് പറയാൻ ഇമ്പോർട്ടൻസ് ആണ്. സിവിലൈസേഷനൊക്കെ റൈസ് ചെയ്യാൻ വരാൻ എത്രയോ നമ്മൾ ഹിസ്റ്ററി നമ്മൾ പഠിച്ചതാണ്. അതേമാതിരി അതാണ് ഈ സോയിൽ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്ന പല ഘടകങ്ങളും റിലേറ്റഡ് ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ ഫലഭൂഷ്ടമായ മണ്ണുള്ള സ്ഥലങ്ങളും ഗോദാവരി, ഗംഗ, സിന്ധു നദീതട പ്രദേശത്തുണ്ടെന്നാണ് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ഇൻവോൾവ് ദ സോയിൽ ഫോർമേഷൻ, അതെ സോയിൽ ഫോർമേഷനുള്ള പ്രോസസ്സാണ് വെതറിങ് റോക്സ് ആൻഡ് ഫിസിക്കൽ വെതറിങ് ആൻഡ് കെമിക്കൽ വെതറിങ് ആൻഡ് ഹ്യൂമലൈസേഷൻ ആൻഡ് ചേഞ്ചസ് കോസ്ഡ് ബൈ അഗ്രികൾച്ചർ ആൻഡ് ഓവർലോസിങ്. ചേഞ്ചസ് ഇൻ കോസ് ആൻഡ് അഗ്രികൾച്ചറൽ ലാൻഡ് യൂസിങ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ കൺട്രോൾ ഓഫ് സോയിൽ ഇറോഷൻ. നമുക്കറിയാം ചേഞ്ചസ് ഇൻ കോസ്റ്റ് ബൈ അഗ്രികൾച്ചർ ആൻഡ് overgrazing. The changes in environment caused by man through the activities can be divided in two types of the simplicity. The changes in brought about the traditional agriculture divided in two sections. Trading agriculture, അതായത് നമ്മുടെ ട്രേഡിങ് മീൻസ് പരമ്പരാഗതമായ അഗ്രികൾച്ചർ, ട്രഡീഷണൽ അഗ്രികൾച്ചറും ആൻഡ് ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് മോഡേൺ അഗ്രികൾച്ചറൽ. നിങ്ങൾ മറന്നു പോകരുത്, ദ ലാൻഡ് യൂസിങ് ദ മാനേജ്മെൻറ്റ് ആൻഡ് കൺട്രോൾ സോയിൽ ദ ചേഞ്ചിങ് അഗ്രികൾച്ചർ. ചേഞ്ച് ഇൻ അഗ്രികൾച്ചറിൽ നമ്മൾ രണ്ട് വിഭാഗമായി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? ഒന്ന് ദ ഫസ്റ്റ് ഈസ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ആൻഡ് ദ സെക്കൻഡ് ഈസ് മോഡേൺ അഗ്രികൾച്ചർ. ട്രഡീഷണൽ അഗ്രികൾച്ചർ നിങ്ങൾക്കറിയാം
The character of traditional agriculture, radicular deforestation coupled with loss of soil structure and erosion and depletion of soil organizing also byproduct of erosions exploit the resources maximum. ലൈഫ് പ്രൊഡക്ഷൻ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഉൽപ്പാദനമൊക്കെ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ടും പിന്നെ എന്താണ് നമ്മുടെ ഭാവിയിലേക്ക് നമ്മുടെ എൻവയോൺമെൻറ്റ് നല്ല പെർഫെക്റ്റ് ആയിരിക്കാനും നമ്മൾ സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, നമ്മൾ വാട്ടർ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നൊക്കെയാണ് പറയുന്നത്. ലാൻഡ് അതായത് ഫോറസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം. ദെൻ എന്താണ് മോഡേൺ ചേഞ്ചസ് ഇൻ മോഡേൺ എന്താ പറയുക, ട്രഡീഷണൽ അഗ്രികൾച്ചർ ആൻഡ് മോഡേൺ ക്യാരക്ടേഴ്സ് ഓഫ് ട്രഡീഷണൽ അഗ്രികൾച്ചർ ഇൻക്ലൂഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ലാൻഡ്, ഡീഫോറസ്റ്റേഷൻ ആൻഡ് കപ്പിൾഡ് വിത്ത് ലെസ് ഓഫ് സ്ട്രക്ചർ. അതായത് നമ്മുടെ ഒരു സ്ട്രക്ചർ, നമുക്കൊരു അഗ്രികൾച്ചറൽ സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു എൻവയോൺമെൻറ്റ് സ്ട്രക്ചർ ഉണ്ട്, അതിന് ഭംഗം വരുത്താത്ത രീതിയിൽ നമുക്ക് അഗ്രികൾച്ചർ ലെവൽ ട്രഡീഷണൽ ലെവലിലും ദെൻ മോഡേൺ അഗ്രികൾച്ചർ രീതിയിലും നമുക്ക് ഭൂമിയെ നെഗറ്റീവായി ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാവുന്ന രണ്ട് രീതിയിലുള്ള അഗ്രികൾച്ചറൽ സെക്ടറാണെന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാൻഡ് ഡീഗ്രഡേഷൻ. എന്താണ് ലാൻഡ് ഡീഗ്രഡേഷൻ? ലാൻഡ് ഡീഗ്രഡേഷൻ റെഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് quality of land in general way. It has been defined the induction of capacity of the soil produce terms of quality, quantity, goods and services. Human activities which result the land degradation of deforestation of farming, damming rivers and industrialization and mining, development works and such human settlement, roads, highway network ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. കുറേ ഘടകങ്ങൾ നമ്മളിപ്പോൾ വായിച്ചു അല്ലേ. നെറ്റ്വർക്ക്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, നെറ്റ് സർവീസ്, അങ്ങനെയുള്ള എന്തൊക്കെയാണ് നമ്മൾ ഭൂമിയെ പൊല്യൂട്ടഡ് ആക്കുന്ന പലതരം കാര്യങ്ങളും നമ്മളിപ്പോൾ വായിച്ചു. അപ്പോൾ ഇതെല്ലാം എന്താണെന്നാണ് പറയുന്നത്? ലാൻഡിനെ നമ്മൾ സേവ് ചെയ്യണം, വാട്ടറിനെ സേവ് ചെയ്യണം, നമ്മൾ സോയിലിനെ സേവ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ സോയിൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ നേരത്തെ കൺട്രോൾ ഓഫ് ഇറോഷൻ പറഞ്ഞു. വി ആർ സെയിൽ ബിഫോർ സോയിൽ ഇസ് എ പ്രഷ്യസ് റിസോഴ്സ് ആൻഡ് ടേക്സ് അവർ മില്യൺസ് ഓഫ് റിസോഴ്സസ് ഇയേഴ്സ് ഓഫ് ഫോം. എത്രയോ ലക്ഷക്കണക്കിന് റിസോഴ്സസിൻ്റെ ഇടയിൽ ഏറ്റവും പ്രഷ്യസ് ആയത് സോയിലാണ്. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ ഏറ്റവും പ്രഷ്യസ് ആയത് വാട്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ദെൻ ഫർദർ റീഡിങ് അറ്റ് forest as a resources. Forest as our resources can be provided as wide variety of commodities such fuel, wood, fodder, fiber, fruits, herbal drugs. നമുക്ക് ഫോറസ്റ്റിന് എന്തായാലും അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് വലിയൊരു എസ്സേ പ്രതീക്ഷിക്കാം. എന്താണ് ടു റൈറ്റ് എൻ എസ്സേ അബൌട്ട് ഫോറസ്റ്റ് എന്നോ, അല്ലെങ്കിൽ ടു റൈറ്റ് എൻ എസ്സേ അബൌട്ട് എൻവയോൺമെൻ്റ് എന്നോ, ടു റൈറ്റ് എൻ എസ്സേ അബൌട്ട് വാട്ടർ എന്നോ സോയിൽ എന്നോ അങ്ങനെയുള്ള നമ്മുടെ പരിസ്ഥിതിയിൽ ഓരോ ഘടകങ്ങളെ പറ്റിയും എസ്സേ ചോദിച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ഓക്കെ, ഫോറസ്റ്റ് ആർ അവർ ട്രഷറീസ് വിച്ച് പ്രൊവൈഡ്സ് അസ് എ വൈഡ് വെറൈറ്റി ഓഫ് കമ്മോഡിറ്റീസ് ഇൻ ഫൈബർ, വുഡ്, ഫൈബർ ആൻഡ് ഫ്രൂട്ട്സ്, ഹെർബൽ എന്തൊക്കെ കിട്ടുന്നുണ്ട്? നമുക്ക് ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട്, പല ഫർണിച്ചറിന് മരങ്ങൾ കിട്ടുന്നുണ്ട്. പിന്നെ പക്ഷികൾക്ക് എന്താണ്? പക്ഷികൾക്കൊരു സങ്കേതം കൂടിയാണ് എന്ത്? ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ വീടാണ് പക്ഷികളുടെ. ദ ഹൗസ് ഓഫ് ബേർഡ്സ് എന്നാണ് ഫോറസ്റ്റിനെ പറ്റി പറയുക അല്ലേ. കവികളൊക്കെ പാടിയതും നമ്മളെ ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല ഗീതങ്ങളുണ്ട്. അതിലൊക്കെ നമ്മുടെ എന്തിൻ്റെ ഹൗസാണെന്നാണ് പറഞ്ഞത്? പക്ഷികളുടെ. നമ്മുടെ സറൗണ്ടിങ്സിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഫോറസ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് എക്കണോമിക് സിഗ്നിഫിക്കൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നെ എക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്, ഇതെല്ലാം നമ്മൾ ഫോറസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എസ്സേ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മിസ് പറഞ്ഞ പോലെ ഓരോ എസ്സേ എഴുതുമ്പം ഇനി ഫോറസ്റ്റ് ബേസ്ഡ് എസ്സേ ആണ് സോയിൽ, വാട്ടർ, ഫിസിക്കൽ വെതറിങ് ആൻഡ് ചേഞ്ചസ് ഇൻ അഗ്രികൾച്ചർ. ഇതെല്ലാം എന്താണ്? നമ്മുടെ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സുമാണ്. കൂടാതെ നമ്മളെ സറൗണ്ടിങ്സിലെ ഓരോ പ്രഷ്യസ് ആയ ഓരോന്നിനും നമ്മൾ സേവ് ചെയ്യേണ്ട രീതിയിലുള്ള, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എസ്സേ എങ്ങനെയാണെന്ന് ചോദിക്കാം. വാട്ടർ ആയാലും സോയിൽ ആയാലും എല്ലാം എൻവയോൺമെൻറ്റിലുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ എസ്സേ നല്ല വൃത്തിയിൽ, നല്ല 12 മാർക്കിന് എസ്സേ ആണ് വരിക. നല്ല വൃത്തിയിൽ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൽ ഈ എസ്സേ വരാം. അപ്പോൾ ഈ ഒരു എസ്സേ പഠിച്ച് നിങ്ങൾ വളരെയധികം ഗുണം തന്നെ ഉണ്ടാവുള്ളൂ. നല്ലോണം പോലെ പഠിച്ചെഴുതുക, വൃത്തിയായി നീറ്റായിട്ട് എഴുതുക. ഓക്കെ.